നമസ്കാരം. ശതമാനം എന്ന ടോപ്പിക്കിലെ അടുത്ത ചോദ്യം പരിചയപ്പെടാം. ആദ്യം നമ്മൾ ചെയ്ത ചോദ്യത്തിൻ്റെ അതേ രീതിയിലുള്ളൊരു ചോദ്യമാണിതും. ഈ തരത്തിലുള്ള ഏത് ചോദ്യം വന്നാലും ചെയ്യാൻ സാധിക്കുന്ന രീതിയിലേക്ക് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ ചോദ്യം നോക്കാം. ഒരു സംഖ്യയുടെ 50% 200 ആയാൽ ആ സംഖ്യയുടെ 60% എത്ര? നമുക്കറിയത്തില്ല. ഏതോ ഒരു സംഖ്യ, അതിൻ്റെ 50% എത്ര? 200. അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യയുടെ 100% എത്രയായിരിക്കും? അതായത് ഈ മുഴുവനായിട്ടുള്ള ആ സംഖ്യ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 50ൻ്റെ ഇരട്ടിയാണ് 100. 100%. അപ്പോൾ ഇതിൻ്റെ ഇരട്ടി 400. നമ്മൾ ഇന്നലെ പറഞ്ഞ് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത അതേ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. 100% 400ആണ്. അങ്ങനെ നമുക്ക് നോക്കാം. ഒരു 10%, ആ സംഖ്യയുടെ ഏതോ ഒരു സംഖ്യ, ആ സംഖ്യയുടെ 10%. 100% എന്ന് പറഞ്ഞാൽ 400ആണ്. അതായത് ആ സംഖ്യ എന്ന് പറയുന്നത് 400ആണ്. അത് പോട്ടെ, നമുക്ക് ആ സംഖ്യയുടെ 10%, ഏതോ ഒരു സംഖ്യ, ആ സംഖ്യയുടെ 10% എന്ന് പറയുന്നത് 400/10, 40. 1%, 10, 4. അങ്ങനെയാണെങ്കിൽ 60% എത്രയാണ്? 60 × 4 എത്ര വരും? 240. ഇത്തരത്തിൽ ഏത് തരത്തിലെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഏത് പ്രോബ്ലം കിട്ടിയാലും ഇപ്പം 50% 200 ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അടുത്ത തന്നെ ആദ്യം ഒറ്റഘട്ടത്തിൽ തന്നെ 1% എത്രയാണെന്ന് കണ്ടുപിടിക്കുക. 1% കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ 50നെ കൊണ്ടുപോയി 200നെ ഹരിച്ചാൽ മതിയാവും. അതാണ് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ഈ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി പറഞ്ഞതാണ്.